എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SNGO ഫസ്റ്റ് സെമിസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ കുറേ പ്രാവശ്യം റിപ്പീറ്റഡായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻസ് ഇനിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സാമൂഹ്യശാസ്ത്രത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും. സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ് സാമൂഹ്യശാസ്ത്രം. ഇത് രൂപം നൽകിയത് ഓഗസ്റ്റ് കോംതെ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വഭാവം എന്നാൽ ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഇത് സാമൂഹിക ശാസ്ത്രമാണ്. സമൂഹത്തെയും മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളെയും പഠിക്കുന്നു. ശാസ്ത്രീയ രീതിയിൽ പഠനം നടത്തുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് സ്വഭാവത്തിലുള്ളത്? ഇതൊരു സാമൂഹിക ശാസ്ത്രമാണ്. സമൂഹത്തെയും മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളെയും പഠിക്കുന്നു. ശാസ്ത്രീയ രീതിയിൽ പഠനം നടത്തുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തതാണ് വ്യാപ്തി. വ്യാപ്തി എന്നാൽ സാമൂഹ്യശാസ്ത്രം എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു എന്നതാണ്. സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് എന്തിനൊക്കെ കുറിച്ചാണ്? കുടുംബം, വിവാഹം, വിദ്യാഭ്യാസം, മതം, രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം, സാമൂഹിക നിയന്ത്രണം എന്നിവയെ കുറിച്ചാണ്. ഇനി അടുത്തത് അതിന് ശേഷം എഴുതേണ്ടത് അതുകൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കാനും നല്ലൊരു സമൂഹം രൂപപ്പെടുത്താനും സാമൂഹ്യശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രമാണ്. അപ്പൊ ഇതാണ് സാമൂഹ്യശാസ്ത്രത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ് സാമൂഹ്യശാസ്ത്രം. ഇത് രൂപം നൽകിയത് ഓഗസ്റ്റ് കോംതെ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ സ്വഭാവം എന്ന് എഴുതിയിട്ട് എന്താണ് എഴുതേണ്ടത്? സ്വഭാവം എന്നാൽ ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഇതൊരു സാമൂഹിക ശാസ്ത്രമാണ്. സമൂഹത്തെയും മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളെയും പഠിക്കുന്നു. ശാസ്ത്രീയ രീതിയിൽ പഠനം നടത്തുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വ്യാപ്തി എന്ന് പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രം എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു എന്നതിനെയാണ് വ്യാപ്തി എന്ന് പറയുന്നത്. സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് കുടുംബം, വിവാഹം, വിദ്യാഭ്യാസം, മതം, രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം, സാമൂഹിക നിയന്ത്രണം എന്നിവയെക്കുറിച്ചാണ്. അതുകൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കാനും നല്ലൊരു സമൂഹം രൂപപ്പെടുത്താനും സാമൂഹ്യശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് കൾച്ചർ. സംസ്കാരത്തിന്റെ സവിശേഷതകളും ധർമ്മങ്ങളുമാണ് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ, ഭാഷ, കല, ജീവിത രീതി എന്നിവയുടെ ആകെ തുകയാണ് സംസ്കാരം. അപ്പൊ എന്താണ്? ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ, ഭാഷ, കല, ജീവിത രീതി എന്നിവയുടെ ആകെ തുകയാണ് സംസ്കാരം. ഇതിന്റെ സവിശേഷതകളാണ് പഠിച്ചെടുക്കുന്നതാണ്, തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നു, സമൂഹം പങ്കിടുന്നതാണ്, കാലത്തിനനുസരിച്ച് മാറുന്നു, ഭൗതികവും അഭൗതികവുമായ ഘടകങ്ങൾ ഉണ്ട്. ഇതിന്റെ ധർമ്മങ്ങളാണ് വ്യക്തിത്വ വികസനം സാധ്യമാകുന്നു, സമൂഹത്തിന്റെ ഐക്യം വളർത്തുന്നു, മൂല്യങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നു, സാമൂഹിക നിയന്ത്രണത്തിന് സഹായിക്കുന്നു, സമൂഹത്തിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നു. സംസ്കാരം ഒരു സമൂഹത്തിന്റെ അടിത്തറയാണ്. ലാസ്റ്റ് അതും കൂടെ എഴുതാം. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്? ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ, ഭാഷ, കല, ജീവിത രീതി എന്നിവയുടെ ആകെ തുകയാണ് സംസ്കാരം. എന്നിട്ട് സവിശേഷതകൾ എന്ന് എഴുതിയതിനു ശേഷം പഠിച്ചെടുക്കുന്നതാണ്, തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്നു, സമൂഹം പങ്കിടുന്നതാണ്, കാലത്തിനനുസരിച്ച് മാറുന്നു, ഭൗതികവും അഭൗതികവുമായ ഘടകങ്ങൾ ഉണ്ട്. ഇനി അടുത്തത് ധർമ്മങ്ങൾ എന്നുള്ള ഹെഡിങ് എഴുതിയതിനു ശേഷം വ്യക്തിത്വ വികസനം സാധ്യമാകുന്നു, സമൂഹത്തിന് ഐക്യം വളർത്തുന്നു, മൂല്യങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നു, സാമൂഹിക നിയന്ത്രണത്തിന് സഹായിക്കുന്നു, സമൂഹത്തിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നു. എന്നാൽ ലാസ്റ്റ് സംസ്കാരം ഒരു സമൂഹത്തിന്റെ അടിത്തറയാണ് എന്ന് എഴുതിയതിനു ശേഷം ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹീകരണത്തിന്റെ ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് സാമൂഹീകരണം എന്ന് ഫസ്റ്റ് എഴുതണം. എന്താണ്? ഒരു വ്യക്തി സമൂഹത്തിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പെരുമാറ്റ രീതികളും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഒരു വ്യക്തി സമൂഹത്തിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പെരുമാറ്റ രീതികളും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. അപ്പൊ ഇതിലുള്ള പ്രധാന ഏജൻസികളാണ് കുടുംബം, ആദ്യത്തെ സാമൂഹീകരണ കേന്ദ്രം. അടുത്തതാണ് വിദ്യാലയം, അറിവും അച്ചടക്കവും നൽകുന്നു. മൂന്നാമത്തതാണ് സുഹൃത്ത് സംഘം, സഹകരണം, സൗഹൃദം എന്നിവ വളർത്തുന്നു. അടുത്താണ് മതം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു. മാധ്യമങ്ങൾ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു.
എന്നിട്ട് ലാസ്റ്റ് എന്ത് എഴുതാം, ഒരു നല്ല പൗരനെ വളർത്തുന്നതിൽ സാമൂഹികരണ ഏജൻസികൾക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഒരു വ്യക്തി സമൂഹത്തിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പെരുമാറ്റ രീതികളും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. എന്നിട്ട് പ്രധാന ഏജൻസികൾ എന്ന് എഴുതിയതിനു ശേഷം കുടുംബം എന്ന് എഴുതുക. ആദ്യത്തെ സാമൂഹികരണ കേന്ദ്രം, അടുത്തത് വിദ്യാലയം അറിവും അച്ചടക്കവും നൽകുന്നു. സുഹൃത്ത് സംഘം സഹകരണം, സൗഹൃദം എന്നിവ വളർത്തുന്നു. മതം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു. മാധ്യമങ്ങൾ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു നല്ല പൗരനെ വളർത്തുന്നതിൽ സാമൂഹികരണ ഏജൻസികൾക്ക് വലിയ പങ്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹിക ഗ്രൂപ്പുകളുടെ തരങ്ങൾ. പരസ്പരം ഇടപഴകുകയും പൊതു ലക്ഷ്യങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പരസ്പരം ഇടപഴകുകയും പൊതു ലക്ഷ്യങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രാഥമിക ഗ്രൂപ്പ്, ദ്വിതീയ ഗ്രൂപ്പ് എന്നിങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പൊ പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ചെറിയ ഗ്രൂപ്പാണ്. ആത്മീയവും അടുത്തതുമായ ബന്ധം, ഉദാഹരണം കുടുംബം, സുഹൃത്തുക്കൾ. അപ്പൊ പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ഗ്രൂപ്പാണ്, ആത്മീയവും അടുത്തതുമായ ബന്ധമാണ്, ഉദാഹരണം കുടുംബം, സുഹൃത്തുക്കൾ. ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് വലിയ ഗ്രൂപ്പാണ്, ഔപചാരിക ബന്ധം, ലക്ഷ്യബോധമുള്ള പ്രവർത്തനം, ഉദാഹരണം സ്കൂൾ, ഓഫീസ്, ബാങ്ക്. അപ്പൊ എന്താണ്? ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് വലിയ ഗ്രൂപ്പാണ്, ഔപചാരിക ബന്ധം, ലക്ഷ്യബോധമുള്ള പ്രവർത്തനം, ഉദാഹരണം സ്കൂൾ, ഓഫീസ്, ബാങ്ക് എന്നിവയാണ്. അങ്ങനെ ലാസ്റ്റ് വ്യക്തിയുടെ വളർച്ചയിൽ 2 തരം ഗ്രൂപ്പുകളും പ്രധാനമാണ്. അപ്പൊ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് പരസ്പരം ഇടപഴകുകയും പൊതു ലക്ഷ്യങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രാഥമിക ഗ്രൂപ്പ്, ദ്വിതീയ ഗ്രൂപ്പാണുള്ളത്. അപ്പം ചെറിയ ഗ്രൂപ്പാണ് പ്രാഥമിക ഗ്രൂപ്പ്, ആത്മീയവും അടുത്തതുമായ ബന്ധം, ഉദാഹരണം കുടുംബം, സുഹൃത്തുക്കൾ. ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പാണ്, ഔപചാരിക ബന്ധമാണ്, ലക്ഷ്യബോധമുള്ള പ്രവർത്തനം, ഉദാഹരണം സ്കൂൾ, ഓഫീസ്, ബാങ്ക്. ഇതിന് ലാസ്റ്റ് എഴുതേണ്ടത് വ്യക്തിയുടെ വളർച്ചയിൽ 2 തരം ഗ്രൂപ്പുകൾക്കും പ്രധാന പങ്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ സ്റ്റാറിഫിക്കേഷൻ. സാമൂഹിക തട്ടുകളെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്? സമ്പത്ത്, അധികാരം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായി വിഭജിക്കുന്നതാണ് സാമൂഹിക തട്ടുകൾ. അപ്പൊ എന്താണ്? സമ്പത്ത്, അധികാരം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായി വിഭജിക്കുന്നതാണ് സാമൂഹിക തട്ടുകൾ. ഇതിന്റെ സവിശേഷതകൾ എന്ന് എഴുതിയതിനു ശേഷം അസമത്വം നിലനിൽക്കുന്നു, എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്നു, ഉയർന്നതും താഴ്ന്നതുമായ തട്ടുകൾ ഉണ്ട്. പ്രാധാന്യം എന്നൊരു ഹെഡിങ് കൊടുത്തതിനു ശേഷം സമൂഹത്തിന്റെ ഘടന മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അസമത്വത്തെ പഠിക്കാൻ സഹായിക്കുന്നു, സാമൂഹിക പദവികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സമ്പത്ത്, അധികാരം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിവിധ തട്ടുകളായി വിഭജിക്കുന്നതാണ് സാമൂഹിക തട്ടുകൾ. സവിശേഷതകൾ എന്ന ഹെഡിങ് എഴുതിയതിനു ശേഷം അസമത്വം നിലനിൽക്കുന്നു, എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്നു, ഉയർന്നതും താഴ്ന്നതുമായ തട്ടുകളുണ്ട്. പ്രാധാന്യം എന്നതിനെ എഴുതിയതിനു ശേഷം സമൂഹത്തിന്റെ ഘടന മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അസമത്വത്തെ പഠിക്കാൻ സഹായിക്കുന്നു, സാമൂഹിക പദവികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് സാമൂഹിക തട്ടുകൾ സമൂഹത്തിന്റെ ഘടനയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നതിനു ശേഷം നിർത്താണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ കൺട്രോൾ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അപ്പോൾ സോഷ്യൽ കൺട്രോൾ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചാല് എന്തൊക്കെയാണ് എഴുതേണ്ടത്? സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിച്ച് സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്ന സംവിധാനത്തെയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിച്ച് സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്ന സംവിധാനത്തെയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഔപചാരിക സാമൂഹിക നിയന്ത്രണം, അതായത് ഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട്, അതേപോലെ തന്നെ അനൗപചാരിക സാമൂഹിക നിയന്ത്രണവും ഉണ്ട്, അതായത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തെ കുറിച്ചിട്ടാണ്. അതെന്താണ്? നിയമത്തിന്റെയും സർക്കാരിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണമാണ്. അതായത് നിയമത്തിന്റെയും സർക്കാരിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണമാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം. നിയമത്തിന്റെയും സർക്കാരിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണമാണ്. ഇതിന് ഉദാഹരണമാണ്
നിയമം, കോടതി, പോലീസ്, സർക്കാർ. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക, നിയമം ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പൊ ഇതാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തെ കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? നിയമത്തിന്റെയും സർക്കാരിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണമാണ്. നിയമത്തിന്റെയും സർക്കാരിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണമാണ്. ഇതിന് ഉദാഹരണമാണ് നിയമം, കോടതി, പോലീസ്, സർക്കാർ. അപ്പൊ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക, നിയമം ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം, അതായത് ഫോർമൽ സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി അടുത്തതാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തെ കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്? കുടുംബം, മതം, ആചാരങ്ങൾ തുടങ്ങിയവയിലൂടെ നടക്കുന്ന നിയന്ത്രണമാണ്. കുടുംബം, മതം, ആചാരം തുടങ്ങിയവയിലൂടെ നടക്കുന്ന നിയന്ത്രണമാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് കുടുംബം, മതം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പൊതുജനാഭിപ്രായം. അതായത് ഇതിനുദാഹരണം എന്താണ്? കുടുംബം, മതം, ആചാരങ്ങൾ തുടങ്ങിയവയിലൂടെ നടക്കുന്ന നിയന്ത്രണമാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിനുദാഹരണമാണ് കുടുംബം, മതം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിയമപരമായ ശിക്ഷയില്ല, സ്നേഹവും ഉപദേശവും മുഖേന നിയന്ത്രിക്കുന്നു, നല്ല സ്വഭാവം വളർത്തുന്നു. എന്തൊക്കെയാണ്? നിയമപരമായ ശിക്ഷയില്ല, സ്നേഹവും ഉപദേശവും മുഖേന നിയന്ത്രിക്കുന്നു, നല്ല സ്വഭാവം വളർത്തുന്നു. ഇതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്നു, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നു, നല്ല പൗരന്മാരെ വളർത്തുന്നു. അപ്പൊ ഈ ഔപചാരികവും അനൗപചാരികമായിട്ടുള്ള സോഷ്യൽ കൺട്രോളിന്റെ പ്രാധാന്യം എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്നു, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നു, നല്ല പൗരന്മാരെ വളർത്തുന്നു. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഔപചാരികവും അനൗപചാരികവുമായ സാമൂഹിക നിയന്ത്രണങ്ങൾ സമൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. അപ്പൊ ഇത് എഴുതിയിട്ട് നിങ്ങൾ നിർത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. സാമൂഹിക സ്ഥാപനങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്നിവയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട സംഘടിത സംവിധാനങ്ങളെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട സംഘടിത സംവിധാനങ്ങളെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന സാമൂഹിക സ്ഥാപനങ്ങളാണ് കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ, സർക്കാർ. അപ്പൊ എന്തൊക്കെയാണ്? സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട സംഘടിത സംവിധാനങ്ങളെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന സാമൂഹിക സ്ഥാപനങ്ങളാണ് കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ, സർക്കാർ. ഇതിന്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. കുടുംബം എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുട്ടികളെ സാമൂഹീകരിക്കുന്നു, സ്നേഹവും സുരക്ഷയും നൽകുന്നു, വിദ്യാഭ്യാസം അറിവും കഴിവും നൽകുന്നു, നല്ല പൗരന്മാരെ വളർത്തുന്നു. പ്രധാന സാമൂഹിക സ്ഥാപനങ്ങളാണ് കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ, സർക്കാർ. ഇതിന്റെ ധർമ്മങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കുടുംബം എന്താണ് ചെയ്യുന്നത്? കുട്ടികളെ സാമൂഹീകരിക്കുന്നു, സ്നേഹവും സുരക്ഷയും നൽകുന്നു. അടുത്തതാണ് വിദ്യാഭ്യാസം, അറിവും കഴിവും നൽകുന്നു, നല്ല പൗരന്മാരെ വളർത്തുന്നു. മതം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു, ആത്മീയ ബോധം നൽകുന്നു. സമ്പദ് വ്യവസ്ഥ എന്താ ചെയ്യുന്നത്? തൊഴിൽ നൽകുന്നു, ഉൽപാദനവും വിതരണവും നടത്തുന്നു. സർക്കാർ നിയമവും ക്രമവും പാലിക്കുന്നു, ജനസുരക്ഷ ഉറപ്പാക്കുന്നു. അപ്പൊ എന്തൊക്കെയാണുള്ളത്? പ്രധാന സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാല് കുടുംബം, വിദ്യാഭ്യാസം, മതം, സമ്പദ് വ്യവസ്ഥ, സർക്കാർ. ഇതിന്റെ ധർമ്മങ്ങളാണ് കുടുംബം കുട്ടികളെ സാമൂഹീകരിക്കുന്നു, സ്നേഹവും സുരക്ഷയും നൽകുന്നു. വിദ്യാഭ്യാസം അറിവും കഴിവും നൽകുന്നു, നല്ല പൗരന്മാരെ വളർത്തുന്നു. മതം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു, ആത്മീയ ബോധം നൽകുന്നു. സമ്പദ് വ്യവസ്ഥ തൊഴിൽ നൽകുന്നു, ഉൽപാദനവും വിതരണവും നടത്തുന്നു. സർക്കാർ നിയമവും ക്രമവും പാലിക്കുന്നു, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഇനി ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിന്റെ സ്ഥിരതയും പുരോഗതിയും ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് എഴുതിയിട്ട് നിർത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ആൻഡ് കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. സാമൂഹിക മാറ്റത്തിന്റെ തരങ്ങളും കാരണങ്ങളും അതിനെക്കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സമൂഹത്തിന്റെ ഘടനയിലും സംസ്കാരത്തിലും ജീവിത രീതിയിലും കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ഘടനയിലും സംസ്കാരത്തിലും ജീവിത രീതിയിലും കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റത്തിന്റെ തരങ്ങളാണ് മന്ദഗതിയിലുള്ള മാറ്റം,
ദ്രുതഗതിയിലുള്ള മാറ്റം, ആസൂത്രിത മാറ്റം, ആസൂത്രിതമല്ലാത്ത മാറ്റം. മന്ദഗതിയിലുള്ള മാറ്റാണ് വളരെ പതുക്കെ സംഭവിക്കുന്നു. ഉദാഹരണം ആചാരങ്ങളിലെ മാറ്റം. ദ്രുതഗതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഉദാഹരണം സാങ്കേതിക വിദ്യയുടെ വളർച്ച. അടുത്തതാണ് ആസൂത്രിത മാറ്റം. സർക്കാർ അല്ലെങ്കിൽ സംഘടനകൾ പദ്ധതി പൂർവ്വം നടപ്പിലാക്കുന്ന മാറ്റം. ഉദാഹരണം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. ആസൂത്രിതമല്ലാത്ത മാറ്റം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റം. ഉദാഹരണം പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ. അപ്പൊ എന്തൊക്കെയാണുള്ളത്? മന്ദഗതിയിലുള്ള മാറ്റം, ദ്രുതഗതിയിലുള്ള മാറ്റം, ആസൂത്രിത മാറ്റം, ആസൂത്രിതമല്ലാത്ത മാറ്റം. മന്ദഗതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ സംഭവിക്കുന്ന മാറ്റമാണ്. ഉദാഹരണം ആചാരങ്ങളിലെ മാറ്റം. ദ്രുതഗതിയിലുള്ള മാറ്റമാണ് വളരെ വേഗത്തിലുണ്ടാകുന്ന മാറ്റം. ഉദാഹരണം സാങ്കേതിക വിദ്യയുടെ വളർച്ച. ആസൂത്രിത മാറ്റമാണ് സർക്കാർ അല്ലെങ്കിൽ സംഘടനകൾ പദ്ധതി പൂർവ്വം നടപ്പിലാക്കുന്ന മാറ്റം. ഉദാഹരണം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. ആസൂത്രിതമല്ലാത്ത മാറ്റമാണ് അപ്രതീക്ഷിതമായി നടക്കുന്ന മാറ്റം. ഉദാഹരണം പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ. ഈ സാമൂഹിക മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ സാങ്കേതിക പുരോഗതി, വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ആഗോളവൽക്കരണം, ജനസംഖ്യാ മാറ്റങ്ങൾ. അതിന്റെ ലാസ്റ്റ് എന്തൊക്കെയാണ് ലാസ്റ്റ് എഴുതേണ്ടത്? സാമൂഹിക മാറ്റം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനിവാര്യമാണ്. മാറുന്ന സാഹചര്യങ്ങളോട് സമൂഹത്തെ പൊരുത്തപ്പെടാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ സാമൂഹിക മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ സാങ്കേതിക പുരോഗതി, വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ആഗോളവൽക്കരണം, ജനസംഖ്യാ മാറ്റങ്ങൾ. എന്നിട്ട് ലാസ്റ്റ് എഴുതേണ്ടത് സാമൂഹിക മാറ്റം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനിവാര്യമാണ്. മാറുന്ന സാഹചര്യങ്ങളോട് സമൂഹത്തെ പൊരുത്തപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. ഇതാണ് 5 മാർക്കിന് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ സെയിം ക്വസ്റ്റ്യൻസ് ഇനി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.